പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. ഈ നമസ്കാരത്തിനൊപ്പം നിങ്ങൾ കേൾക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നതിനാൽ നിങ്ങൾ അവസാനം വരെ ഒന്ന് കണ്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം ഇത് കേൾക്ക്. ഞാൻ അദ്ദേഹത്തെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് പറയാൻ വേണ്ടി പോയതാണ്. അദ്ദേഹത്തെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് നടത്തി. അല്ലല്ല, അതിപ്പോ ഞാൻ എങ്ങനെ പോകണം, ഏത് രീതിയിൽ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് നടത്തണമെന്നുള്ള അനുവാദമെങ്കിലും എനിക്കിതാ. അതുകൂടി നിങ്ങൾ തീരുമാനിക്കല്ലേ. ഇന്നലെ അവിടെ സമര ദിവസമല്ലേ, ഇന്നലെ അവിടെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പ്രധാനപ്പെട്ട നേതാക്കളെ കാണാറുണ്ട് പോകുമ്പോൾ. അവരായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് എല്ലാം ഇന്നലെ എടുത്തു. ചോദ്യം ഇത്ര കാര്യമാണ്: എങ്ങനെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഇത്രയധികം നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അവിടെ ജന്തർ മന്ദറിൽ ഒരു സമരത്തിന് പോയി എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. പലരും പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അവിടെ പോയി പെട്ടുപോയതാണ്, ഒരു പിറന്നാൾ ആഘോഷത്തിന് പോയതാണ്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പിറന്നാളാഘോഷം എന്നല്ല, ഇവിടെയുള്ള പ്രതിഷേധത്തിന് എല്ലാവരെയും വിളിച്ചു വരുത്തിയതാണെന്ന്. വലിയ വലിയ നേതാക്കന്മാരവിടെ പ്രതിഷേധത്തിന് വേണമെന്ന് രാഹുൽ ഗാന്ധിയുടെ ആവശ്യമായിരുന്നു എന്നത് നമുക്കിപ്പോഴാണ് മനസ്സിലായത്. ഇനി അതൊക്കെ പോട്ടെ, എന്നു മുതലാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാര് ഈ ഒരു സമരത്തെ കാണുവാനും പ്രതിഷേധിക്കാനും തുടങ്ങിയിട്ടുള്ളത്? എന്നു മുതലാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഒരു പരിശോധന റിപ്പോർട്ട് ഞാൻ അങ്ങോട്ട് തരുന്നു. ഫേസ്ബുക്കിലെ പരിശോധന റിപ്പോർട്ടാണ് കേട്ടോ. ആദ്യത്തെ പരിശോധന റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഫേസ്ബുക്കാണ്. ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് നമുക്കിങ്ങനെ തുറന്നു വെക്കാം. തുറന്നു വെച്ചിട്ട് നിങ്ങൾ താഴോട്ട് ഇങ്ങനെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഇവിടെയും കാണുന്നില്ല. ഒരു ദിവസം മുമ്പ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചു. തൊണ്ടൊക്കെ സംസാരിച്ച് പോകുന്നു. വലിച്ചിഴച്ചു എന്ന് പറയുന്നൊരു പോസ്റ്റ് കാണാം. ഇത് ഒരു ദിവസം മുമ്പാണ് ഇത് പോസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം അവിടെ എത്തിയതിന് ശേഷം, മനസ്സിലായില്ലേ? അതിന് ആ ഒരു ദിവസത്തിൽ തന്നെയാണ് അസാധാരണമായ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞുള്ള കഴിഞ്ഞ ദിവസം തന്നെയാണ് ഈ രണ്ട് പോസ്റ്റും ഉള്ളത്. അതിന് നേരെ താഴോട്ട് പോവുക. യു വിൽ നെവർ സീ എനിത്തിങ്. ഈ നടക്കുന്ന സമരത്തിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എഴുതിയിട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഞാൻ പറയുന്നത്, നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള വിദ്യാർത്ഥികളെ അടക്കം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വെറുതെ ചുമ്മാ ഞാൻ തപ്പി നോക്കിയതാണ്. ഇനി ഒരാളെ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അയാളെ കൂടി കണ്ടിട്ടാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകര് ഇവിടുന്ന് പോകാൻ പാടുകയുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. കഴിഞ്ഞ 10 വർഷം നമ്മളെ ഭരിച്ച ഒരു നേതാവാണ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇതാ കഴിഞ്ഞ ദിവസം VS ദിനമായിരുന്നു. VS ദിനത്തിന് ശേഷം മുമ്പ് 2 ദിവസം മുമ്പ് അദ്ദേഹം ഇട്ട പോസ്റ്റാണിത്. 2 ദിവസം മുമ്പ് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വേൾഡ് കപ്പിന്റെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നീട് നമ്മുടെ ഫുഡുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ്. വീണ്ടും ഇതാ 3 ദിവസം മുമ്പ് നമ്മുടെ പിണറായി വിജയൻ ഇട്ടൊരു പോസ്റ്റാണ്. 3 ദിവസം മുമ്പ് നമ്മുടെ ജനങ്ങളെ കുറിച്ച്, ഇന്ത്യയിലെ എവിടെയുള്ള കുട്ടികളെയും കുറിച്ച് ആരാണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നിങ്ങൾക്ക് ഇപ്പൊ പറയാം, അത് പിണറായി വിജയനാണ് ചിന്തിച്ചിട്ടുള്ളത്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ പ്രതിഷേധം 3 ദിവസം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. അതിനും മുമ്പ് 4 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് കൂടി കാണാം. ഈ ജന്തർ മന്ദിറിൽ നടക്കുന്ന സമരത്തെക്കുറിച്ച് തന്നെയാണ് ആ ഒരു പോസ്റ്റിലും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കേരളത്തിലെ വേറെ ഏത് രാഷ്ട്രീയ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ ശബ്ദങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്? വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇനിയും ഞാൻ താഴോട്ട് പോകുന്നു. 6 ദിവസം മുമ്പ് അവിടെ സമരത്തിന് കിടന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, വാങ്ചുക്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായിരിക്കുന്നു എന്ന് എഴുതിക്കൊണ്ട് ഒരു പോസ്റ്റ് എഴുതിയിട്ടിരിക്കുന്നത് സഖാവ് പിണറായി വിജയനാണ്.
6 ദിവസം മുമ്പാണ് അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു 6 ദിവസമായി ഈ വിഷയത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സഖാവ് പിണറായി വിജയൻ എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ദാറ്റ് മീൻസ് പ്രതികരിക്കാനായിട്ട് ഇപ്പോഴും നമുക്ക് നമ്മുടെ പിണറായി വിജയനേ ഉള്ളൂ, നമുക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവേ ഉള്ളൂ. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാർട്ടിയേ ഉള്ളൂ, CPM ഉള്ളൂ, ഇടതുപക്ഷമേ ഉള്ളൂ എന്നർത്ഥം. ആ സമരത്തിലേക്കും പോയത് ജോൺ ബ്രിട്ടാസ് ഒക്കെയാണ് ആദ്യം പോയത്. ജോൺ ബ്രിട്ടാസും റഹീം MP അടക്കമുള്ള ആളുകളാണ് ആ സമരത്തെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷമാണ്. അതിനൊക്കെ ശേഷമാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ അങ്ങനെ ഒരു സമരം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അതും ഒരു പിറന്നാളിന് പോയപ്പോൾ, കേക്ക് തിന്നാൻ വേണ്ടി പോയപ്പോൾ കുടുങ്ങിപ്പോയതാണ് എന്ന രീതിയിൽ. ഞാൻ അവിടെ ഒരു കേക്ക് തിന്നാൻ പോയതാ, അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയി. ആ രീതിയിലുള്ള സംഗതിയാണ്. നോക്കി ജസ്റ്റ് സീ ദിസ്. ഞാൻ അദ്ദേഹത്തെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് പറയാൻ വേണ്ടി പോയതാണ്. ഞാൻ അവിടെ ഒരു ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് പറയാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് അവിടെ സമരം ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ ഞാൻ ചുമ്മാ ആ സമരത്തിനിടയ്ക്കും ഞാൻ ചുമ്മാ ഒന്ന് പോയി എന്നല്ലാതെ വേറെ എന്താണുള്ളത്? ഇന്ന് രാത്രി എന്റെ പരാതിക്കാരൻ മൊഴി എടുക്കും, വീഡിയോ ഡിലീറ്റ് ചെയ്യും. MBBS വിദ്യാർത്ഥി എന്തോ ഒരു വേറെ ഇഷ്യൂ കൂടി നമ്മുടെ കേരളത്തിൽ ഇപ്പം നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ മുമ്പിലേക്ക് കിട്ടിയതാണ്. ശരി, ഞാൻ ഇതല്ല നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. നോക്കൂ, നമ്മുടെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ഇദ്ദേഹത്തിന് കുറേ ഫോട്ടോസിലും ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട് കാണാനുണ്ട്. അതിൽ മുഴുവൻ നമുക്ക് അത്ഭുതം തോന്നിപ്പോകുന്നത് പെട്ടതാണോ ഈശ്വര എന്ന രീതിയിൽ ഇരിക്കുന്ന ആളുകളെയാണ്. എങ്ങനെയാണ് ഇവർക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയുന്നത്? യു ജസ്റ്റ് സീ ദിസ്. എവിടെ? ഇതാ. Bye-bye.